ഒന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പലയിടത്തും വ്യാപക അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിലുണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീപോളിംഗ് വേണ്ടിവരുന്ന നിലയിലേക്ക് അക്രമങ്ങൾ വ്യാപിച്ചിട്ടുണ്ടോ? രേണുക, 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം 91 മണ്ഡലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് പൂർണ്ണമായും ഒഡീഷയിലെ 28 സീറ്റുകളിലേക്കുമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിൽ ആദ്യഘട്ടത്തിൽ തന്നെയാണ് 25 ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് 175 സീറ്റുകളുള്ള നിയമസഭകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രാവിലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടകൽ നിയോജക മണ്ഡലത്തിലെ ഗുട്ടയിൽ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാനെത്തിയ സ്ഥാനാർത്ഥി ജനസേന പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടിയായ മധുസൂദനൻ ഗുപ്ത വോട്ടിംഗ് മെഷീൻ തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് YSR കോൺഗ്രസ് നേതാവ് രാജുവിനെ TDP പ്രവർത്തകർ ആക്രമിച്ചു. പുത്തലപ്പേട്ടിലും ആക്രമണമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ആന്ധ്രാപ്രദേശിലുടനീളം ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി നടന്ന ആക്രമണത്തിലാണ് 2 പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു YSR കോൺഗ്രസിന്റെയും ഒരു TDPയുടെയും പ്രവർത്തകരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതേസമയം രാവിലെ 10 മണി വരെ വോട്ടിംഗ് മെഷീനുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്ന പരാതിയാണ് TDPയുടെ അധ്യക്ഷൻ കൂടിയായ ചന്ദ്രബാബു നായിഡു ഉന്നയിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് റീപോളിംഗ് നടത്തേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തത വരുത്തേണ്ടത്. ഇതുവരെയും അത്തരത്തിൽ ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നാകെ തന്നെ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അക്രമ സാധ്യതകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഛത്തീസ്ഗഡിലോ ജമ്മു കാശ്മീരിലോ ഒന്നും അനിഷ്ട സംഭവങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.